Hello students, how are you? Fine? I have already told you relative clause begins with the relative pronoun. What we studied is first one, that is who. Who is used for human nouns standing at the subject position. Human nouns, not non-human. A മനുഷ്യനെ പറ്റി സംസാരിക്കുമ്പോൾ അതാണ് സബ്ജക്ട് പൊസിഷൻ, അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. A relative pronoun has two functions. It connects and also what does it do? It acts, or it is a pronoun. It stands instead of a noun and it connects. അല്ലേ, നമുക്ക് തുടക്കമായിട്ടുള്ളൂ ഒരു നല്ലൊരു ഏരിയയാണിത്. ഗ്രാമറിൻ്റെ വളരെ അത്യാവശ്യം വേണ്ടതാണ്. നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകുമ്പം ഇതിന് വളരെ വളരെ ഉപയോഗമുണ്ട്. നല്ല രീതിയിൽ ഇംഗ്ലീഷ് എഴുതുന്നതിനും സംസാരിക്കുന്നതിനും പ്രസംഗിക്കുന്നതിനുമൊക്കെ ഇത് വളരെ ഉപകാരമുള്ള ഒരു ഗ്രാമറിൻ്റെ ഏരിയയാണ്. ഗ്രാമറിൻ്റെ ഒരു സ്ഥലം അങ്ങനെ വേണം പറയാം, അല്ലേ? എന്നാൽ ശരി, നമുക്ക് രണ്ടാമത്തേലേക്ക് പോകാം. സെക്കൻഡ് relative pronoun is whose, whose. whose എന്നുവെച്ചാൽ ആരുടെ എന്നുള്ള അർത്ഥം. ആരുടെ അതറിയാമല്ലോ. ഹൂ ആര്, ഇത് ഹൂസ് ആരുടെ. അപ്പോൾ ആരുടെ എന്ന് ചോദിക്കണമെങ്കിൽ എന്തായിരിക്കണം, എന്തിനായിരിക്കും അത് റീപ്ലേസ് ചെയ്യുന്നത്? അത് പൊസഷൻ ആയിരിക്കും. എൻ്റേതാണെന്ന് പറഞ്ഞാൽ ഇത് ആരുടേതാണ് ചോദിക്കാൻ പറയാൻ പറ്റുള്ളൂ. പൊസഷൻ, അതിനൊരു രണ്ട് പൊസസീവ് എന്നാണ്. പൊസസീവ് കാര്യത്തില്ലേ, ടോം അപ്പോസ്ട്രോഫി എസ്, അപ്പോസ്ട്രോഫി ടോംസ്, ടോമിൻ്റെ നൊമിതാസ് അപ്പോസ്ട്രോഫി എസ്. അപ്പോസ്ട്രോഫി എസ് ഇട്ട് കഴിയുമ്പം അത് ഉടമസ്ഥാവകാശം അല്ലേ, എൻ്റേതാന്ന് പറയുന്നത്. ഫോർ പ്രൊനൗൺസ് വേറെ വേറെ വാക്കുണ്ട്. മൈ പെൻ എന്ന് പറയും. പക്ഷെ അല്ലാത്തപ്പോൾ നമ്മൾ പറയും മൈ പെൻ, യുവർ പെൻ, ഹിസ് പെൻ, ഹെർ പെൻ. അത് പ്രൊനൗൺസ് ഉണ്ടല്ലോ. നമ്മൾ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞ് നിങ്ങളെ ശല്യപ്പെടുത്തുന്നില്ല. അപ്പോൾ അതാണ്. സോ ഇവിടെ ഹ്യൂമൻ നോൺ ഹ്യൂമൻ എന്നുള്ള വേർതിരിവില്ല. ഹ്യൂമൻ ആണെങ്കിലും നോൺ ഹ്യൂമൻ ആണെങ്കിലും യു ക്യാൻ കണക്ട് ഇറ്റ് വിത്ത് ഹൂസ്. ഹൂസ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? Replaces an element that expresses possession. Replaces an element that expresses possession. Belonging എന്നൊക്കെ പറയും. Belonging, it belongs to me. അതിന് ഇംഗ്ലീഷ് ഗ്രാമറിലൊരു പൊസസീവ് എന്നാണ് നമ്മൾ പറയുന്നത്. എങ്കിലും ഒരു ടെക്നിക്കൽ വാക്കുണ്ട്, നല്ല അത് ഓർത്തിരിക്കുക. ജെനിറ്റീവ് എന്ന് പറയും. ജെനിറ്റീവ്, ജെനിറ്റീവ്, GENITVE, ജെനിറ്റീവ്. ജെനിറ്റീവ് എന്ന് പറയുന്നത് പൊസഷൻ ആണ്. പൊസഷൻ അല്ല ബിലോങ്ങിങ് എന്ന് പറയും. ബിലോങ്ങിങ്. അപ്പം ഈ ജെനിറ്റീവ് ഫോർ എക്സാമ്പിൾ റീപ്ലേസസ് ആ ജെനിറ്റീവ് എലമെന്റ് എന്ന് എഴുതിയാലും കറക്റ്റ്. ജെനിറ്റീവ് എലമെന്റ്. ഒരു എക്സാമ്പിൾ ഉണ്ടോ? നമിത ഈസ് എ ടീച്ചർ. ടീച്ചർ അല്ല കേട്ടോ, കഥയ്ക്കകത്ത് ടീച്ചർ അല്ല. അതുകൊണ്ടാണ് അവരിതിനെ കഷ്ടപ്പാടെല്ലാം സഹിക്കേണ്ടി വന്നത്. നമിത ഈസ് എ ടീച്ചർ. ഹെർ ഹൗസ്, അവളുടെ വീട്, അതാണ് പൊസഷൻ എന്ന് പറഞ്ഞാൽ. ഹെർ ഹൗസ് അതാണ് പൊസഷൻ. പൊസസീവ് എന്ന് പറയുന്നത് അവളുടെ വീട്, പൊസഷൻ. അപ്പം അതാണ് ജെനിറ്റീവ് എന്ന് പറയുന്നത്. ജെനിറ്റീവ് എന്ന് പറഞ്ഞാൽ പൊസസീവ് എന്നർത്ഥം. പൊസസീവ് എന്നാണ് നമ്മൾ ചെറുപ്പം മുതൽ പഠിച്ചു വന്നത്. ഇത് ചില ഗ്രാമർ പുസ്തകങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ കാണാം ജെനിറ്റീവ് എന്ന് കാണാം. എന്നാലും പേടിക്കരുത്, അതാ ജെനിറ്റീവ് എലിമെന്റ് എന്ന് കാണും. അന്നേരം നമ്മൾക്ക് ഇതല്ല ജെനിറ്റീവ് എലിമെന്റ് ചോദിക്കരുത്. അത് സിമ്പിൾ പൊസസീവ് അത്രേ ഉള്ളൂ. മനസ്സിലായി? അതെ. നമിത ഈസ് എ ടീച്ചർ. ഹെർ ഹൗസ് ഈസ് ഇൻ ബംഗാൾ. ഹെർ ഹൗസ്, ഹെർ എന്നുള്ളതാണ് പൊസസീവ്. അതിന് പകരം നമ്മൾ ഹൂസ് ചേർക്കുന്നു. അപ്പം നമിത ഈസ് എ ടീച്ചർ ഹൂസ് ഹൗസ് ഈസ് in Bengal. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ആദ്യം
സെപ്പറേറ്റ് ക്ലോസ് ആകുമ്പോഴത്തേക്കും രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണ്. അതേസമയം കണക്ഷനിൽ വന്നു കഴിയുമ്പോൾ ഒരെണ്ണം ഇച്ചിരി തരം താഴും. അതേ പറയുക സബോർഡിനേറ്റ് ആകും. നമിത ഈസ് എ ടീച്ചർ. ഇനി രണ്ടാമത്തെ ഭാഗം ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. അതേപ്പറ്റി നമ്മൾ പറയുന്നതാണ്. പിന്നെ നമുക്കത് റിപ്പീറ്റ് ചെയ്യണം. അതിപ്പോൾ ഇത് ഹ്യൂമൻ ആണ്. ഇതുണ്ടോ, ഇത് നോൺ ഹ്യൂമൻ, ഇറ്റ്സ് അതിൻ്റെ എന്നാണ്. ഇപ്പം ഇവിടെ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ എല്ലാത്തിനും ഹൂസാണ്. പ്ലൂറൽ ആണെങ്കിലും ഹൂസാണ്, നോൺ ഹ്യൂമൻ ആണെങ്കിലും ഹൂസ് എന്നാണ്, ഹ്യൂമൻ ആണെങ്കിലും ഹൂസ് എന്നാണ്. മനസ്സിലായി? സാധാരണ തിങ്സ് ആണ്, സാധനങ്ങളാണെങ്കിലും ഇതാണ്, മൃഗങ്ങളാണെങ്കിലും ഹൂസ്. അതായത് രണ്ടാമത്തെ സെന്റൻസ്. ഐ ബോട്ട് എ ഡോഗ്, നോൺ ഹ്യൂമൻ. ഇറ്റ്സ് ബാർക്കിംഗ് അനോയ്സ് മീ. അനോയ്സ് എന്ന് പറയുന്നത് ശല്യം ചെയ്യുന്നതാണ്. അപ്പം ഐ ബോട്ട് എ ഡോഗ് ഹൂസ്. I bought a dog whose barking annoys me. അല്ലോ, ഇപ്പം മനുഷ്യനാണോ മൃഗമാണോ അല്ലെങ്കിൽ സാധനങ്ങളാണോ എന്നൊന്നും ഇവിടെ പ്രശ്നമില്ല. ഇവിടെ എല്ലാത്തിനും ഹൂസാണ്. ഇനി മൂന്നാമത്തെ ഹി ബിൽറ്റ് എ ഹൗസ്. ഒരു സാധനം, മറ്റൊരു മൃഗമാണ്, ആദ്യത്തെ ഒരു മനുഷ്യനാണ്. ഇപ്പം ഇവിടെ മൃഗം, സോറി സാധനം. ഹി ബിൽറ്റ് എ ഹൗസ്. Its rooms are very narrow. He built a house whose rooms are very narrow. അപ്പം ജനറ്റീവ് എലിമെന്റിനെ നമ്മൾ റിലേറ്റീവ് ക്ലോസിന് വേണ്ടി ജനറ്റീവ് എലിമെന്റ് ഉള്ള ഒരു സെന്റൻസിനെ റിലേറ്റീവ് ക്ലോസ് ആക്കി മാറ്റണമെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന റിലേറ്റീവ് പ്രോനൗൺ ആണ് ഹൂസ്. ഹൂ എന്നുള്ളതാണ്. ഹൂ ഈസ് യൂസ്ഡ് ഫോർ ഹ്യൂമൻ നൗൺസ് in the subject position. Subject area. Namalariam. Nomida is a teacher. She teaches English. Nomida is a teacher who teaches English. Now we will do an exercise. ഒത്തിരി സമയം കളയണ്ട, നിങ്ങൾക്ക് തന്നെ പിന്നീട് ആരും ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് നമുക്ക് ഒന്നിച്ചങ്ങ് ചെയ്തു പോകാം. നേരത്തെ പോലെ വെയിറ്റ് ചെയ്യണ്ട. Okay, here we begin. Exercise. It's simple item. I know Ratna, her house is in Mumbai. When I am, instead of her, whose house? The mark. I know Ratna, whose house is in Mumbai. Another. Ajit is a gentleman. His life is very smooth. Ajit is a gentleman whose life is very smooth. Third one, they bought a football. No, sadhanam. They bought a football. Its sides are broken. They bought a football whose sides are broken. Sadhana anil whose anubhi. She purchased a few shares. Their value is decreasing. Share market share. They purchased a few shares whose value is decreasing. No, whose value. Then fifth one, I saw an actress. Her hair is very long. I saw an actress whose hair is very long. We admitted a large number of students. Their parents are working abroad. We admitted a large number of students whose parents. So singular plural only whose. Whose human or non-human nilla, things nilla, singular plural nilla. You have to work mathru. Appalled when you have to connect or when you have to see replace an element that expresses possession or a noun in genitive case noun. Genitive case, CASE. A noun in genitive case, CASE. The possession a noun is in genitive case. This one, for example, this is genitive case. His. Next one, sixth one. Let ABC be a triangle. Its sides are equal. Let ABC be a triangle whose sides are equal.
കാരണം ഇറ്റിൻ്റെ ജനറ്റീവ് കേസാണ് ഇറ്റ്സ്. ഇറ്റ് അപ്പോസ്ട്രോഫി എസ് എഴുതുകയാണെന്ന് എങ്ങനെ വായിക്കുന്നത്? ഇറ്റ് ഈസ്. നമ്മളിപ്പം ഇറ്റ് എഴുതി ഇങ്ങനെ ഇറ്റ് എഴുതി അപ്പോസ്ട്രോഫി എസ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ്. അപ്പോസ്ട്രോഫി ഇല്ലാതെയാണെങ്കിൽ അത് അതിന് ഇല്ലാതെയാണെങ്കിൽ അത് ഇറ്റിൻ്റെ ജനറ്റീവ് കേസാണ്. ജനറ്റീവ് കേസ് ഓഫ് ഇറ്റ്സ്. ഇറ്റ്സ് ദാറ്റ് മീൻസ് പൊസസീവ്. That means a belonging. So, clear I am though. 8. You are very lazy. Your work is always pending. You are very lazy. Whose work is always pending? Seriously. Median Malachmo. And then I got a book. Its cover is torn. I got a book whose cover is torn. Library Then 10. This is my pen, its cap is missing. This is my pen, the my, possessive ആണ്. I എന്ന pronoun possessive case ആണ് my. പൊസഷനെ കാണിക്കുന്നു, ഉടമസ്ഥതയെ കാണിക്കുന്നു. പൊസഷൻ ഉടമസ്ഥത എന്നാണ്. അപ്പം this is my pen, its cap is missing. This is my pen, whose cap is missing. 11. Adit is a clerk, his wife is a homemaker. Adit is a clerk whose wife is a homemaker. അത് ശരിയാണ്. നമിത is a homemaker. നമിതയ്ക്ക് ജോലിയില്ല. അതാണല്ലോ 3 else. Next one. Nomida is a housemaker, homemaker. Her husband is employed. Nomida is a homemaker whose husband is employed. 13. Ratna is compassionate, her words are honored. Ratna is compassionate, whose words are honored. Honored എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കപ്പെടുന്നു. ഒരുപാട് സ്നേഹത്തോടുകൂടി എല്ലാവരോടും പെരുമാറുന്നുണ്ട്, എല്ലാവർക്കും വലിയ ഇഷ്ടം. Then next one is Christine Lagarde is a feminist. Her speeches are effective. Very effective സാരമില്ലാത്തതുകൊണ്ട് very effective നിങ്ങൾ എഴുതിയോ. Christine Lagarde is a feminist whose speeches are very effective. Like fiery എന്ന് പറയുന്നത്, fiery, തീ പിടിക്കുന്ന. And the last one, she is a dancer. Her steps are charming. She is a dancer whose steps are charming. ഞാൻ ഉത്തരമെല്ലാം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്കിനി കമ്പയർ ചെയ്യാം. പിന്നെ അത് കൂടാതെ ഇവിടെ എല്ലാം ഹൂസ് എഴുതി വെക്കുക. അപ്പോൾ അത് കഴിയുമ്പോൾ അത് കഴിയും. അപ്പോൾ നമ്മുടെ റിലേറ്റീവ് ക്ലോസ് രണ്ടാമത്തെ റിലേറ്റീവ് പ്രോനൗൺ ആണ് ഹൂസ്. ഹൂസ് ഉപയോഗിക്കുന്നത് ജനറ്റീവ് കേസിലുള്ള ഒരു നാമത്തിനെ റീപ്ലേസ് ചെയ്യാണ്. ജനറ്റീവ് കേസ് എന്ന് പറയാൻ പൊസഷൻ കാണിക്കുന്നു, എന്ന് പറയാൻ ബിലോങ്ങിങ് കാണിക്കുന്നു, എന്ന് പറയാൻ ഉടമസ്ഥാവകാശം കാണിക്കുന്നു. ഇതെല്ലാം അങ്ങനെയല്ലേ. ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും നമ്മൾ വി ഷുഡ് ബി കെയർഫുൾ അബൌട്ട് വൺ തിങ്, ദാറ്റ് ഈസ് ദർ ഈസ് നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ നോൺ ഹ്യൂമൻ തിങ്സ് or even triangle. Let ABC be a triangle whose sides are equal. So that അത് മാത്രം ഓർത്താൽ മതി. But for the first one, who, only for human nouns. നോൺ ഹ്യൂമൻ വരത്തില്ല. നോൺ ഹ്യൂമൻ വരുന്നുണ്ട് പിന്നാലെ, അത് നമുക്ക് പിന്നെ കാണാം. ഇത് ക്ലിയർ ആണ് മനസ്സിലാക്കി വിചാരിച്ചുകൊണ്ട് നിർത്തുവാണ്. നിങ്ങൾ തന്നെ ഒരു ഗ്രാമറിൻ്റെ ഒരു ടെക്സ്റ്റ് എടുത്ത് വെച്ച് ഇങ്ങനത്തെ എക്സസൈസ് ഉണ്ട്, അതൊക്കെ ചെയ്യാം. അല്ല തന്നെ ഇങ്ങനെ പേഴ്സ് ഓഫ് സെൻറ്റൻസസ് എഴുതി ഉണ്ടാക്കിയിട്ട് നമുക്കത് അങ്ങോട്ട് കൂട്ടിച്ചേർക്കാം. പലതരത്തിൽ ചെയ്യുക. ഹ്യൂമൻ, നോൺ ഹ്യൂമൻ, തിങ്സ്, അബ്സ്ട്രാക്ട് ഐഡിയാസ്, എന്ത് വേണേലും. let ABC be a triangle, that is an abstract idea. അബ്സ്ട്രാക്ട് നമുക്ക് അതൊരു ഐഡിയ അല്ലേ, ഒരു സാധനമല്ലല്ലോ. ട്രയാങ്കിൾ നമ്മൾ വരച്ചു വെക്കുന്നു, അതൊരു സാധനം എന്ന് പറയാൻ പറ്റും. പിക്ചർ, see, I drew a picture. Its colors are very attractive. I drew a picture whose colors are. അങ്ങനെ പോകണം. അത് മനസ്സിലായെന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ഭാവി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. Time being, tomorrow we will meet again with another relative pronoun. റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, അതിന് 2 ഫംഗ്ഷനാണ്. തൽക്കാലം അപ്പം അങ്ങനെ കണക്കാക്കുക. വേറെ
ഒരു ഫംഗ്ഷൻ കൂടെ ഉണ്ട്, അത് പിന്നെ നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ തൽക്കാലം വേണ്ട, ഇത് രണ്ടും മതി. ഒന്ന് കണക്ട് ചെയ്യുക, രണ്ടാമത് പ്രോനൗണായിട്ട് നിൽക്കുക, നാമത്തിന് പകരം നിൽക്കുക. അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ റിലേറ്റീവ് ക്ലോസ് സബോർഡിനേറ്റ് ക്ലോസ് ആവും, മറ്റേത് മെയിൻ ക്ലോസ് ആവും. ഇതാണ് വ്യത്യാസം വരുന്നത്. പക്ഷേ ഇത് നമ്മൾ പഠിച്ചിരിക്കണം, നിങ്ങളെല്ലാവരും പഠിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. You are very intelligent and very keen. You have got very keen attention. So, bye. Have a nice day. Enjoy your life.